24 ഇസ്രായേൽ രാജാക്കന്മാരെ കുറിച്ചുള്ള സംക്ഷിപ്ത വിവരണം അടങ്ങുന്ന ഒരു വീഡിയോ പരമ്പര യഹോവയായ ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു. കാഴ്ചക്കാരായ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നു. ശൗൽ രാജാവിനെ കുറിച്ച് ഇതിനു മുൻപ് തന്നെ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇന്ന് രണ്ടാമത്തെ രാജാവായ ഈശ്ബോശത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. BC 1050 മുതൽ 1010 വരെ ഇസ്രായേലിൽ രാജാവായിരുന്ന ശൗൽ രാജാവിന്റെ മകനാണ് ഈശ്ബോശത്ത്. ശൗൽ രാജാവിന് ശേഷവും ദാവീദ് രാജാവിന് മുൻപുമായി വെറും 2 വർഷം മാത്രം ഇസ്രായേലിൽ ഭരണം നടത്തിയ രാജാവാണ് ഈശ്ബോശത്ത്. ഇസ്രായേലിലെ ആദ്യ രാജാവ് ശൗലായിരുന്നു. BC 587 ഇസ്രായേലിന്റെ രാജഭരണം അവസാനിപ്പിക്കുകയും യെരുശലേം ദേവാലയം പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തത് ബാബിലോൺ രാജാവായ നെബുക്കദ്നേസർ രാജാവിന്റെ അകമ്പടി നായകൻ നെബുസരദാൻ ആയിരുന്നു. അക്കാലത്ത് ഇസ്രായേൽ ഭരിച്ചിരുന്നത് സിദേക്കിയ രാജാവായിരുന്നു, ഇസ്രായേലിന്റെ അവസാനത്തെ രാജാവും. ഇസ്രായേൽ എന്ന പേരിൽ ആദ്യ 4 രാജാക്കന്മാരായ ശൗലും ഈശ്ബോശത്തും ദാവീദും ശലോമോനും ഭരിച്ചിരുന്ന രാജ്യം BC 930 റെഹോബെയാം രാജാവിന്റെ കാലത്ത് 2ആയി വിഭജിക്കപ്പെട്ട് 10 ഗോത്രങ്ങൾ ഉൾപ്പെട്ട വടക്കുഭാഗം ഇസ്രായേൽ എന്നും യെരുശലേം ദേവാലയം ഉൾപ്പെട്ട തെക്കുഭാഗം യഹൂദിയ എന്നും വിഭജിക്കപ്പെട്ടു. യഹൂദിയയിൽ 2 ഗോത്രങ്ങൾ മാത്രം അവശേഷിച്ചു, യഹൂദ ഗോത്രവും ബെന്യാമിൻ ഗോത്രവും. ആദ്യ ഇസ്രായേലിലും പിന്നീട് നാമകരണം ചെയ്യപ്പെട്ട യഹൂദിയയിലുമായി BC 1050 മുതൽ BC 587 വരെ 23 രാജാക്കന്മാരും അതല്യ എന്ന ഒരു രാജ്ഞിയും ഭരണം നടത്തി. BC 841 മുതൽ 835 വരെയാണ് യെരുശലേമിൽ അതല്യ ഭരണത്തിലുണ്ടായിരുന്നത്. ആദ്യ രാജാവായ ശൗലും 3 ആൺമക്കളായ യോനാഥാനും അബീനാദാവും മെൽക്കീശുവയും ഫെലിസ്തീനുമായുള്ള യുദ്ധത്തിൽ ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് മരിച്ചുപോയി. ശൗലിന്റെ പടനായകൻ അബ്നേർ ശൗലിന്റെ ഇളയപ്പന്റെ മകനായിരുന്നു. ശൗലിന്റെ മരണശേഷം അബ്നേർ ശൗലിന്റെ മകൻ ഈശ്ബോശത്തെ രാജാവാക്കി വാഴിച്ചുകൊണ്ട് ഭരണം തുടർന്നു. ഹെബ്രോനിലെ യഹൂദ ജനം ദാവീദിനെ അവിടത്തെ രാജാവാക്കി. 7.5 വർഷക്കാലം ദാവീദ് ഹെബ്രോനിൽ രാജാവായിരുന്നു. ഈശ്ബോശത്തിന്റെ ഭരണം തുടക്കത്തിൽ വളരെ വിജയകരമായിരുന്നെങ്കിലും പിന്നീട് അബ്നേറും ഈശ്ബോശത്തും തമ്മിൽ ഭരണകാര്യത്തിലും കുടുംബകാര്യത്തിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അത് കൊട്ടാരത്തിലും ജനത്തിനിടയിലും വലിയ തോതിൽ അതൃപ്തിയുണ്ടാക്കി. ഭരണത്തിൽ നിന്നും ഈശ്ബോശത്തെ നീക്കം ചെയ്ത് ഹെബ്രോനിലെ രാജാവായ ദാവീദിനെ മൊത്തം ഇസ്രായേലിനും രാജാവാക്കാൻ ജനവും കൊട്ടാരത്തിലുള്ളവരും തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം റിമ്മോന്റെ പുത്രന്മാരായ രേഹാവും ബാനായും ഈശ്ബോശത്തിന്റെ ശയനമുറിയിൽ കടന്ന് അവനെ കുത്തിക്കൊന്നുകളഞ്ഞു. അതിനുശേഷം ഇസ്രായേൽ ജനവും മൂപ്പന്മാരും ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നുകൂടി. അവിടെ വെച്ച് ദാവീദിനെ മുഴുവൻ ഇസ്രായേൽ ജനത്തിനും രാജാവായി അഭിഷേകം ചെയ്തു. ഇസ്രായേൽ ജനത്തിന് രാജാവായി ദാവീദ് 40 വർഷം ഭരണം നടത്തി. ദാവീദ് രാജാവിന്റെ ഭരണകാലം യഹോവയായ ദൈവത്തിനും ജനത്തിനും ഒന്നുപോലെ പ്രിയങ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ദാവീദ് രാജാവിനെ യഹൂദ ജനത്തിനു വേണ്ടി വീണ്ടും എഴുന്നേൽപ്പിക്കുമെന്ന് യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം 30 അധ്യായം 9 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഈശ്ബോശത്ത് രാജാവിനെ കുറിച്ചുള്ള ഈ ചുരുങ്ങിയ വിവരണം ഇവിടെ അവസാനിക്കുന്നു.